CPI നേതാവ് ബിനോയ് വിശ്വം നമ്മോടൊപ്പം ചർച്ചയിലൂടെ. ശ്രീ ബിനോയ് വിശ്വം, കാസ്ട്രോ ഇല്ലാത്ത ക്യൂബ എന്നത് ചിന്തിക്കാനാവുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെയാണ്, ഇനി അങ്ങോട്ട് കാസ്ട്രോ ഇല്ലാത്ത ക്യൂബയാണ്. എല്ലാ കാലത്തും ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ലോകത്തിന് എല്ലാ തരത്തിലും ഒരു ബദലായി പ്രചോദനമായി നിലനിന്നിരുന്നു ക്യൂബ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ. ആ നിലയ്ക്ക് നോക്കിയാൽ കാസ്ട്രോയുടെ വിയോഗം എത്ര വലിയ നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്? സഖാവ് ഫിദൽ കാസ്ട്രോയുടെ വിയോഗം നിസ്സംശയം ഒരു മഹാനഷ്ടമാണ്. ആ മഹാനഷ്ടത്തിൻ്റെ അർത്ഥം ക്യൂബയുടെ യാത്ര ഇവിടെ അവസാനിച്ചു എന്നല്ല. തീർച്ചയായിട്ടും കാസ്ട്രോ ഇല്ലാത്ത ക്യൂബയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ, സാമ്പത്തിക, പ്രായോഗിക വിഷയങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നേക്കാം. ക്യൂബൻ ജീവിതത്തിലും ക്യൂബയുടെ നയങ്ങളുടെ നിർണ്ണയത്തിലുമെല്ലാം കാസ്ട്രോ വഹിച്ച നിർണായകമായ പങ്കുണ്ട്. ആ പങ്കെല്ലാം വലുത് തന്നെയാണ്. പക്ഷെ ഒരു വിപ്ലവത്തിനും ഒരു ഭരണത്തിനും ഒരൊറ്റ ആളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും പോകാനാകുമെന്ന് വരില്ല. മരണം അനിവാര്യമാണ്. ഏത് വലിയ ആളും മഹാവിപ്ലവകാരിയും ഒരു നാളിൽ ജീവിതത്തിൻ്റെ രംഗം വിട്ടു പോകേണ്ടി വരും. അത് കാസ്ട്രോയ്ക്കും ബാധകമാണ്, താങ്കൾക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്, ആർക്കും ബാധകമാണ്. ജനിക്കുന്നവരെല്ലാവരും മരിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാസ്ട്രോയുടെ മരണത്തിൻ്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം സ്തംഭിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നതിന് അർത്ഥമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാസ്ട്രോയുടെ ജീവിതത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെയും പാഠങ്ങളുടെയും എല്ലാം വെളിച്ചവും ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചോദ്യമുണ്ട്. റൗൾ കാസ്ട്രോയെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതാവും ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീർച്ചയായിട്ടും നേരിടുന്നത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ തന്നെയാണ്. ആ പ്രയാസങ്ങൾ പ്രധാനമായിട്ടും സാമ്പത്തികമാണ്. ആ സാമ്പത്തിക നയങ്ങളുടെ മുമ്പിൽ കുറേ മാറ്റങ്ങളുമായി ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട് ലോകം കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക ഒരു പതനത്തിലാണ് കാസ്ട്രോ എന്ന് പറയുന്ന ഒരു വലിയ അമരക്കാരൻ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ പ്രതിസന്ധി വേളകളിലും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ക്യൂബൻ ജനതയ്ക്കും വഴികാട്ടിയെ നിലക്കൊണ്ടിട്ടുള്ള എല്ലാവരുടെയും മുമ്പിലെ നിസ്സംശയമായ പ്രതീകം കണക്ക് അവർക്ക് സ്നേഹിച്ച ഒരു നേതാവിൻ്റെ വിയോഗമുണ്ടായിട്ടുണ്ട്. ആ വിയോഗത്തിൻ്റെ മുമ്പിൽ ഉചിതമായും പക്വതയോടുകൂടിയും ഭാവനാപൂർണമായും പ്രവർത്തിക്കുവാൻ ക്യൂബയിലെ ഭരണകൂടത്തിനും ക്യൂബയിലെ ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഗതി തീരുമാനിക്കുന്ന ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഞാനിപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാസ്ട്രോ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക പതനത്തിൽ സ്വയം അധികാരസ്ഥാനമെല്ലാം ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ 82-ാം വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹം തീരുമാനിച്ചത്, ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ ശരീരം ആഗ്രഹിക്കുന്ന മനസ്സാഗ്രഹിക്കുന്ന അതേ വേഗതയിൽ ശരീരത്തിന് പ്രവർത്തിക്കാനാകാത്തൊരു പതനത്തിൽ അദ്ദേഹം ആരുടെയും സമ്മർദ്ദപ്രകാരമായിരുന്നില്ല, സ്വന്തം തീരുമാനപ്രകാരമാണ് അധികാര പദവികളെല്ലാം ഒഴിഞ്ഞു മാറിയത്. പാർട്ടിയിലെയും ഗവൺമെൻറ്റിലെയും എല്ലാ അധികാര സ്ഥാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിലൂടെ, അത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രമായ ഗ്രാൻമയിൽ പ്രസിദ്ധീകൃതമായതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം വെച്ചൊഴിയുകയാണ്. അങ്ങനെ മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എല്ലാ തരത്തിലുള്ള പൊതുജീവിതത്തിൻ്റെയും മുമ്പിൽ നിന്ന് വിടവാങ്ങിപ്പോയി എന്നല്ല. ഞാൻ സ്വച്ഛമായ ശാന്തമായ ഒരു വ്യക്തിജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിയുന്നുവെന്നല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തുടർന്നും ആശയങ്ങളുടെ പോരാളിയായി തുടരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ലാസ്റ്റ് ദിവസം വരെയും സഖാവ് ഫിദൽ കാസ്ട്രോ നിലക്കൊണ്ടത് ആശയങ്ങളുടെ പോരാളിയായിട്ടാണ്. ലോക രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യേകിച്ചും ക്യൂബൻ രാഷ്ട്രീയത്തിൻ്റെ ഓരോ ഗതിവിധികളിലും ഇടപെട്ടുകൊണ്ട് അവിടെ ആശയപരമായി വഴി കാണിക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള നേതാവിൻ്റെ, മഹാനായ വിപ്ലവകാരിയുടെ, ക്യൂബൻ രാഷ്ട്രീയത്തെ മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തെപ്പറ്റി ഏറ്റവും നല്ല ദാർശനികമായ പാഠവത്തോടെ അഭിവൃദ്ധിക്കാൻ കെൽപ്പുള്ള ഒരു ദാർശനിക മാനമുള്ള നേതാവിൻ്റെ പ്രഭാവത്തോടു കൂടി തന്നെയാണ് ആ ആശയങ്ങളുടെ പോരാളി നിലക്കൊണ്ടത്. ആ നിലക്കൊണ്ടതിൻ്റെ ചൈതന്യവും അതിൻ്റെ നന്മകളും തീർച്ചയായിട്ടും സജീവമായിട്ടുള്ള നേതൃത്വ പദവിയിൽ നിന്നും കാസ്ട്രോ മാറിയിട്ടും ക്യൂബയ്ക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീ ബിനോയ് വിശ്വം, ദീർഘകാലം അദ്ദേഹം ഈ ഒഴിവാകുന്നു എന്ന് പറയുന്നതിന് മുൻപ് എത്രയോ പതിറ്റാണ്ട് അദ്ദേഹമായിരുന്നു നേതാവ്. അദ്ദേഹമാണ് ഇപ്പോഴും നേതാവ്, പക്ഷേ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്, ഭരണം കൈയാളിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ റൗൾ കാസ്ട്രോ ഭരണം കൈയാളുന്നു. ഈ കാലത്തെല്ലാം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിമർശനം അദ്ദേഹം
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനം ഒരു ഏകാധിപത്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നുവെന്നും ജനാധിപത്യം അവിടെ സാധ്യമാകുന്നില്ല എന്നതുമായിരുന്നു. അത് പുതിയ ലോകക്രമത്തിൽ എത്രത്തോളം സാധ്യമാകും ഇനി എന്നതാണല്ലോ പ്രശ്നം. കാരണം ഇങ്ങനെയൊരു പ്രഭവ കേന്ദ്രം അവിടെ ഉണ്ടായിരിക്കെ ഈ നിലയ്ക്കൊക്കെയുള്ള സാഹചര്യം അവിടെ ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ടത് സാധ്യമാണോ എന്ന ചോദ്യം ഉയരുന്നില്ലേ? ക്യൂബൻ വിപ്ലവം വിജയശ്രീലാളിതമായ 1959 മുതൽ ആരംഭിച്ച വിമർശനമാണിത്. ഏകാധിപത്യം, സ്വേച്ഛാപ്രമത്തത എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ടാണ് അമേരിക്കയുടെ മുൻകൈയിൽ ആഗോള പിന്തിരിപ്പത്വം ക്യൂബയെ നേരിട്ടത്. വാസ്തവത്തിൽ എല്ലാ തരത്തിലുമുള്ള ഭീകരമായ സ്വേച്ഛാധിപത്യ വാഴ്ചയുടെ അനുഭവങ്ങളിൽ നിന്നും ക്യൂബയെ മോചിപ്പിച്ചുകൊണ്ടാണ് ഈ ഫിദൽ കാസ്ട്രോ നയിച്ച വിപ്ലവത്തിൻ്റെ വിജയമെന്ന കാര്യം ഇത്തരം വിമർശകന്മാരെല്ലാം മറന്നുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ക്യൂബൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകമായ ഘട്ടത്തിൽ ക്യൂബ തിരഞ്ഞെടുത്തിട്ടുള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെ ആ ദിനങ്ങളിലെല്ലാം ക്യൂബയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മാതൃകയുണ്ടായിരുന്നു. ആ മാതൃക ക്യൂബൻ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അതിനെ സ്വേച്ഛാപ്രമത്തത എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന ശ്രമത്തിലെല്ലാം മറന്നുപോകുന്ന കാര്യം, ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിയന്ത്രിക്കപ്പെട്ട ഒരു പ്രത്യേക തരത്തിലുള്ള ജനാധിപത്യമുണ്ടായിരുന്നു. അവിടെ വോട്ടെടുപ്പുണ്ടായിരുന്നു. പാർട്ടികളുടെ സ്ഥാനത്തിൽ മാത്രമല്ല, അല്ലാത്തവർക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ എല്ലാം ധാരണപ്രകാരമുള്ള അനുഭവത്തിലുള്ള ഡെമോക്രസിയുടെ സങ്കല്പങ്ങളുമായിട്ട് അതിന് പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകാമെങ്കിൽ പോലും ക്യൂബയുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളും ജനാധിപത്യ രീതികളും വിമർശനങ്ങളുമെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനതിൻ്റേതായിട്ടുള്ള ദൗർബല്യങ്ങളും കുറവുകളും കണ്ടേക്കാമെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഇന്നത്തെ ലോകത്തിന് മുമ്പിൽ ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ താല്പര്യങ്ങളും അഭിലാഷങ്ങളും എത്രമാത്രം ഫലപ്രദമായി നിറവേറ്റപ്പെടും എന്ന ചോദ്യമുണ്ട്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെ കയ്യിൽ അധികാരം കൈവന്നാൽ ആ അധികാര വ്യവസ്ഥ എങ്ങനെയാണ് ജനഹിതത്തെയും ജനാധിപത്യ വാഞ്ചയെയും പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന കാര്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ആ ഉത്തരം കൊടുക്കാൻ തൻ്റേതായ രീതിയിൽ കാസ്ട്രോ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ മുമ്പോട്ട് പോകാൻ റൗൾ കാസ്ട്രോ നയിക്കുന്ന ക്യൂബയിലെ പുതിയ നേതൃത്വത്തിന് തീർച്ചയായിട്ടും കഴിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കി വരും. അതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള അനുഭവ സമ്പത്തും പ്രാപ്തിയും വിപ്ലവത്തെ നയിച്ച ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടെന്നാണ് ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റായ എൻ്റെ ശുഭപ്രതീക്ഷ. ശ്രീ എം പി രാജേഷ്, എങ്ങനെയായിരിക്കും കാസ്ട്രോ ഇല്ലാത്ത ക്യൂബ ഇനി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. കാരണം കാസ്ട്രോ ഒരു പ്രഭവ കേന്ദ്രമായി നിന്നുകൊണ്ട്, ഒരു പ്രചോദനമായി നിന്നുകൊണ്ട് ക്യൂബയിൽ മാത്രമല്ല ലാറ്റിൻ അമേരിക്കയിലെമ്പാടും പലതരത്തിൽ, ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പല സർക്കാരുകളുടെയും കാരണഭൂതനായി നിന്നിട്ടുള്ളത് കാസ്ട്രോയാണ് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? കാസ്ട്രോയുടെ ശൂന്യത വളരെ വലുതാണ്. കാസ്ട്രോ ഇല്ലാത്ത ക്യൂബ മാത്രമല്ല, കാസ്ട്രോ ഇല്ലാത്ത ലോകത്തിനും ആ ശൂന്യത വലിയ തോതിൽ അനുഭവപ്പെടും. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരാളാണ് കാസ്ട്രോ. അതുകൊണ്ടാണ് 2007 അദ്ദേഹം സ്ഥാനമൊഴിയുകയും അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ ഒരു പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, നേതൃത്വത്തിൻ്റെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിൽ കാസ്ട്രോ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഞാൻ ഓർമ്മിക്കേണ്ട 2001 ഒരു അന്താരാഷ്ട്ര ഐക്യദാർഢ്യ സമ്മേളനത്തിന് ക്യൂബയിൽ പോയപ്പോൾ ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത ക്യൂബൻ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് റോക്കേസ് എന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 32 വയസ്സാണ് പ്രായം. 32 വയസ്സുള്ള ഒരു വിദേശകാര്യമന്ത്രിയാണ് കാസ്ട്രോയുടെ മന്ത്രിസഭയിൽ അന്ന് ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ അങ്ങനെ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ നേതൃത്വത്തിൻ്റെ തുടർച്ച ഉറപ്പുവരുത്തുക, അനുഭവ സമ്പത്തുള്ള ആളുകളോടൊപ്പം തന്നെ പുതിയ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക, ഇതിനെല്ലാം കാസ്ട്രോ ശ്രദ്ധിച്ചിരുന്നു. ആ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തനിക്ക് ശേഷം പ്രളയം എന്ന സമീപനമല്ല ഫിഡൽ കാസ്ട്രോ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കൂട്ടായ നേതൃത്വം, ഒപ്പം തുടർച്ചയുള്ള കണ്ടിന്യൂറ്റിയുള്ള ഒരു ലീഡർഷിപ്പ്, അതിനെല്ലാം ഉള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂബ ഈ അമേരിക്കൻ ഉപരോധത്തെ, ആക്രമണങ്ങളെ, സൈനിക അട്ടിമറി നീക്കങ്ങളെ ഒക്കെ അതിജീവിച്ചതും കാസ്ട്രോയുടെ ഈ ദീർഘവീക്ഷണമുള്ള നേതൃത്വം കൊണ്ടാണ്. അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു നേതൃനിര കാസ്ട്രോയ്ക്ക് പിന്നാലെ വരുന്നുണ്ട്. റൗൾ ഫിഡൽ കാസ്ട്രോയ്ക്കൊപ്പം വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. ഫിഡലും ചേയും കഴിഞ്ഞാൽ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്നു റൗൾ കാസ്ട്രോ. അപ്പോൾ ആ തുടർച്ച ഇങ്ങനെ വരികയാണ്. അനുഭവ സമ്പത്തുള്ള എന്നാൽ പുതിയ നിര, ഇതെല്ലാം ചേരുന്നൊരു തുടർച്ചയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം വളരെ പ്രധാനമാണ്.
ഫിഡൽ കാസ്ട്രോ ഇല്ലാതാകുന്നത് ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയുടെ ബാക്ക്യാർഡ് എന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിലൊരു പ്രധാന പ്രചോദനമായിരുന്ന, അതിനൊരു പ്രധാന ശക്തി സ്രോതസ്സായിരുന്ന ആളാണ് വ്യക്തി എന്ന നിലയിൽ ഫിഡൽ കാസ്ട്രോയും ഒരു രാഷ്ട്രം എന്ന നിലയിൽ ക്യൂബയുടെയും കാസ്ട്രോയുടെയും സ്വാധീനം വളരെ വലുതാണ്. ഇപ്പോൾ നിക്കരാഗയിലെ സാൻഡിനിസ്റ്റ വിപ്ലവ മുന്നേറ്റത്തിൽ, ഇവോ മൊറൈൽസ് ബൊളീവിയയിൽ വന്നതിൽ, വെനിസ്വേലയിൽ ഷാവേസ് വന്നതിൽ, അർജൻറ്റീനയിലും ഉറുഗ്വേയിലും ഒക്കെ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഉണ്ടായതിൽ, ഇടക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട പിങ്ക് റവല്യൂഷൻ എന്ന ഇടതുപക്ഷ മുന്നേറ്റം ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായതിലൊക്കെ ആ സ്വാധീനമുണ്ട്. എന്നാൽ ഇന്ന് വളരെ സവിശേഷമായിട്ടുള്ള സന്ദർഭത്തിൽ കൂടിയാണ് കാസ്ട്രോ നമ്മളോട് വിട പറയുന്നത്. ഒരിക്കൽ അമേരിക്കയുടെ ബാക്ക്യാർഡായിരുന്ന ലാറ്റിൻ അമേരിക്ക ഇടതുപക്ഷത്തേക്ക് വന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ അവിടെ ഉണ്ടായി, സാമ്രാജ്യത്വ നയങ്ങളെ നിരാകരിക്കുന്ന, ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഒരു പരിധിവരെ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെൻറ്റുകൾ വന്നു. ഇപ്പോൾ തിരിച്ച് വീണ്ടും ലോകത്താകെ ശക്തിപ്പെടുന്ന വലതുപക്ഷ പ്രവണതകളുടെ ഭാഗമായിട്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിലും വലത്തോട്ടുള്ളൊരു മാറ്റം പ്രകടമാകുന്ന ആ കാലത്തുകൂടിയാണ് ഫിഡൽ കാസ്ട്രോ ഇല്ലാതാവുന്നത് എന്നത് വളരെ സവിശേഷതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ക്യൂബയ്ക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പക്ഷേ അതിജീവിക്കാൻ കഴിയും, ആ കാര്യത്തിലൊന്നും സംശയം ഉദിക്കുന്നില്ല. പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ കാസ്ട്രോയുടെ സാന്നിധ്യം വളരെ പ്രധാനമായി തീരുമായിരുന്ന ഈ കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്നതിൽ പോലും, അദ്ദേഹം അധികാരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ പോലും ലോക സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഫിഡൽ കാസ്ട്രോ. അപ്പോൾ ഇന്നത്തെ ലാറ്റിൻ അമേരിക്കൻ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ, ഒരു മാർഗദർശനം നൽകുന്നതിൽ കാസ്ട്രോയുടെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അദ്ദേഹം ഇല്ലാതാവുന്നതോടെ ആ ഒരു വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നതും. ശ്രീ എം കെ ഭദ്രകുമാർ, കാസ്ട്രോ ഇല്ലാതാവുമ്പോൾ ക്യൂബ എന്താവും എന്നതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഒപ്പം ഇപ്പോൾ എപ്പോഴും അമേരിക്കയുമായി ഏറ്റുമുട്ടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ അമേരിക്കയോട്